എല്ലാവർക്കും നമസ്കാരം. കേരള സർവീസ് റൂൾസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. KSRമായി ബന്ധപ്പെട്ട് മുൻകാല വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു സീരീസ് നമ്മൾ ആരംഭിച്ചിരുന്നു. അതിലെ പാർട്ട് 8 ആണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2023 ജനുവരി ഹയറിൽ കേരള സർവീസ് റൂൾസുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള 100 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. KSRമായി ബന്ധപ്പെട്ട് 2 പുസ്തകങ്ങളാണ് നമുക്ക് റെഫർ ചെയ്യാനുള്ളത്. KSR വോളിയം 1 ആൻഡ് വോളിയം 2. ഈ 2 പുസ്തകങ്ങളും പരീക്ഷാ ഹാളിലേക്ക് നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ധാരാളം KSRമായി ബന്ധപ്പെട്ട് പ്രോബ്ലംസ് കടന്നു വന്നിട്ടുണ്ട്. KSRൻ്റെ പ്രോബ്ലംസ് എല്ലാം കൂടി നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് എത്രയും വേഗം തന്നെ 40% മാർക്ക് വാങ്ങി പാസ്സാവുക എന്നതായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. ഇതിലേക്കായിട്ട് എല്ലാവരും ശരിയാക്കുന്ന ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ഡെഫിനിഷൻസും പ്രോബ്ലംസ് എല്ലാം മാറ്റി നിർത്തിയിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. പരീക്ഷയ്ക്ക് മുമ്പ് എല്ലാ പ്രോബ്ലംസിൻ്റെയും വീഡിയോസ് നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കയ്യിലൊരു നോട്ട്ബുക്ക് ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മളിവിടെ തെറ്റിച്ച ചോദ്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് സംശയമുള്ള ചോദ്യങ്ങളെല്ലാം ഒരു നോട്ട്ബുക്സിൽ പകർത്തി എഴുതുകയാണെങ്കിൽ റിവിഷൻ സമയത്ത് അത് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആകും. ഇപ്പോൾ പരീക്ഷാ തീയതി PC പ്രഖ്യാപിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമാണ് നമുക്ക് KSR പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ കിട്ടുന്ന സമയം മുഴുവൻ പരമാവധി പഠനത്തിനായിട്ട് മാറ്റിവയ്ക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം ഇൻക്രിമെൻ്റ് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. KSRമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് എല്ലാം കൂടി നമ്മളൊരു സെപ്പറേറ്റ് ക്ലാസ്സിൽ വിശദീകരണം നൽകുന്നതായിരിക്കും. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ D ആണ്, നൺ ഓഫ് ദ എബോവ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ആൻ ഓഫീസർ ഈസ് എൻടൈറ്റിൽഡ് ടു ട്രാവലിംഗ് അലവൻസ് ഫോർ എ ജേർണി ടു ആൻഡ് ഫ്രം ദ പ്ലേസ് അറ്റ് വിച്ച് he appears for an obligatory departmental examination provided that the travelling allowance shall not be drawn for more than dash times. ഒരു ഓഫീസർ അദ്ദേഹത്തിൻ്റെ നിർബന്ധിത ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് TA പരമാവധി എത്ര തവണയാണ് ലഭിക്കുക എന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ ഓപ്ഷൻ B ആണ്, 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സബ്സിസ്റ്റൻസ് അലവൻസ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ C ആണ്. ഇതിൻ്റെ വിശദീകരണം മറ്റൊരു ക്ലാസ്സിൽ നൽകുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 4. What is the maximum period for which deputation to foreign service will be sanctioned at a time? ഒരു വ്യക്തിക്ക് ഡെപ്യൂട്ടേഷനിൽ വിദേശ സർവീസിന് പോകാനായിട്ട് സാങ്ഷൻ പരമാവധി എത്ര കാലയളവാണ് ലഭിക്കുക എന്നാണ് ചോദ്യം. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ C ആണ്, 5 years, 5 വർഷമാണ് ലഭിക്കുക. A deputy secretary to government on tour to Kottayam was provided free lodging at a government building. What is the rate of daily allowance admissible to him? Answer 2/3. Question number 6. What is the maximum basic pension admissible to a grade 1 officer in government service? ഇത് ഏറ്റവും പുതിയ പേ റിവിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 2021 പേ റിവിഷൻ നമ്മൾ ഇനി വരുന്ന പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ഓടിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളത് ഗ്രേഡ് 1 ഓഫീസർക്ക് ലഭിക്കാവുന്ന പരമാവധി അടിസ്ഥാന പെൻഷൻ തുക എത്രയാണെന്നതാണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ A ആണ്, 83,400 രൂപയാണ് പരമാവധി പെൻഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 7. വാട്ട് ഈസ് ദ മാക്സിമം പീരീഡ് അപ് ടു വിച്ച് ഹയർ റേറ്റ് ഓഫ് ഫാമിലി പെൻഷൻ വിൽ ബി പെയ്ഡ്? ആൻസർ ഓപ്ഷൻ C, till the date on which the deceased pensioner would have attained the age of 63. Question 8. What is the normal rate of family pension? ഫാമിലി പെൻഷൻ്റെ നോർമൽ റേറ്റ് എത്രയാണെന്നാണ് ചോദ്യം. ആൻസർ 30% ഓഫ് ലാസ്റ്റ് പേ. അവസാന ശമ്പളത്തിൻ്റെ 30% നോർമൽ റേറ്റ് ഓഫ് ഫാമിലി പെൻഷൻ. ക്വസ്റ്റ്യൻ 9. DA കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ D ആണ്. ഇതിൻ്റെ വിശദീകരണം മറ്റൊരു ക്ലാസ്സിൽ നൽകുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 10. An officer due to retire on 31st December 2022 was permitted at his request to retire from service on 31st July 2022. What is the pension to which he is eligible?
ഇത് പെൻഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒരു ഓഫീസർ 2022 ഡിസംബർ 31 വിരമിക്കേണ്ടതായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യപ്രകാരം 2022 ജൂലൈ 31 അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചു. അദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള പെൻഷനാണ് അർഹത എന്നതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ, റിട്ടയറിംഗ് പെൻഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 11. Mileage allowance for road journey will be dash per kilometer for all grades of officers with effect from 1st March 2021. ഏറ്റവും പുതിയ പേ റിവിഷൻ പ്രകാരം എല്ലാ ഓഫീസേഴ്സിനുള്ള മൈലേജ് അലവൻസ് എത്രയാണ് എന്നതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി, 2.5 per kilometer on road journey. Question 12. The grade 2 A and B officers can carry personal effects with them on transfer up to dash. Answer option C, 2000 kg. Question 13. Category coming the entry level pay scale of rupees 59,300 തൊട്ട് 1,20,900 വരെ, then 85,000 തൊട്ട് 1,43,600 വരെ. ഹീ ഈസ് എലിജിബിൾ ഫോർ ഡാഷ് ഹയർ ഗ്രേഡ്. ആൻസർ ഓപ്ഷൻ എ, 1 ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ്. അതായത് താഴെ തന്നിരിക്കുന്ന പേ സ്കെയിലുള്ളവർക്ക് എത്ര തവണ ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് ലഭിക്കുമെന്നാണ് ചോദ്യം. ആൻസർ 1. ക്വസ്റ്റ്യൻ 14. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ഹാസ് ബീൻ ഡിസ്കണ്ടിന്യൂഡ് വിത്ത് എഫക്ട് ഫ്രം. ഇത് ഏറ്റവും പുതിയ പേ റിവിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഏറ്റവും പുതിയ പേ റിവിഷൻ പ്രകാരം CCA നിർത്തലാക്കിയിരിക്കുകയാണ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. അത് എന്ന് മുതൽ പ്രാബല്യത്തിലാണ് എന്നതാണ് ചോദ്യം. ആൻസർ 1st March 2021, ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ 15. The remuneration to casual sweepers is dash with effect from 1st March 2021. ഏറ്റവും പുതിയ പേ റിവിഷൻ പ്രകാരം കാഷ്വൽ സ്വീപ്പേഴ്സിനുള്ള റെമ്യൂണറേഷൻ എത്രയാണെന്നതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി, ₹8,000, 8,000 രൂപ. എ പെൻഷനർ ഈസ് കൺവിക്റ്റഡ് ഫോർ എ സീരിയസ് ക്രൈം ഹു ഈസ് ഓതറൈസ്ഡ് ടു വിത്ത്ഹോൾഡ് പാർട്ട് ഓർ ഫുൾ ഓഫ് ഹിസ് പെൻഷൻ. ഒരു പെൻഷനർ സീരിയസ് ആയിട്ടൊരു ക്രൈം ചെയ്തു എന്ന് കണ്ടെത്തി, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെൻഷൻ തടഞ്ഞു വയ്ക്കാനുള്ള അധികാരം ആർക്കാണെന്നതാണ് ചോദ്യം. ആൻസർ ദ ഗവൺമെൻറ്, സർക്കാരിനാണ് അധികാരം. ഡാഷ് ഈസ് എ റിക്കറിംഗ് ഓർ നോൺ റിക്കറിംഗ് പേയ്മെൻറ്റ് ഫ്രം എ സോഴ്സ് അതർ ദാൻ ദ ജനറൽ റവന്യൂ ഓഫ് ദ സ്റ്റേറ്റ്. ഇത് KSRൻ്റെ ബേസിക് ഡെഫിനേഷൻസ് എന്ന വിഭാഗത്തിൽ വരുന്ന ചോദ്യമാണ്. KSR പാർട്ട് 1 വോളിയം 1ൻ്റെ തുടക്ക പേജുകളിൽ കുറേ ഡെഫിനേഷനുകൾ കൊടുത്തിട്ടുണ്ട്. അവയെല്ലാം ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കുന്നത് നല്ലതാണ്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, ഫീ ആണ്. ഫീയുടെ ഡെഫിനേഷനാണ് ഇറ്റ് ഈസ് എ റെക്കറിംഗ് ഓൺ നോൺ റിക്കറിംഗ് പേയ്മെൻറ്റ് ഫ്രം എ സോഴ്സ് അതർ ദാൻ ദ ജനറൽ റവന്യൂ ഓഫ് ദ സ്റ്റേറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 18. എ ഗവൺമെൻറ് സർവൻറ്റ് ഡെഡ് ആഫ്റ്റർ ഹാവിംഗ് എ ടോട്ടൽ പീരീഡ് ഓഫ് 6 years. വാട്ട് ഈസ് ഹിസ് എലിജിബിലിറ്റി ഫോർ ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി? ആൻസർ ഓപ്ഷൻ എ, 12 times the emoluments. ക്വസ്റ്റ്യൻ 19. പെൻഷൻ കാൽക്കുലേഷൻ ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. ആയതിൻ്റെ വിശദീകരണം മറ്റൊരു ക്ലാസ്സിൽ നൽകുന്നതായിരിക്കും. നെക്സ്റ്റ് ഡേറ്റ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. ഇവിടെ ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. ആയതിൻ്റെ വിശദീകരണം മറ്റൊരു ക്ലാസ്സിൽ നൽകുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 21 ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ 22. When the government a pensioner guilty of grave misconduct, it shall serve a notice to the pensioner specifying the action proposed to be taken. He should be called upon to submit a reply within dash days. Answer option C, 15 days. Question 23. Amount due from a government employee or pensioner to government companies, cooperative societies, etc. has to be recovered from the dash. Answer option B, death cum retirement gratuity. Question 24. The allowances granted to an officer removed on misconduct, insolving or inefficiency may be granted compassionate allowance when they deserve special consideration. Such allowance shall not exceed dash of the pension.
കോംപാഷനേറ്റ് അലവൻസ് പെൻഷൻ്റെ എത്ര ഭാഗമാണ് മാക്സിമം എന്നതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്, 2/3. Question 25. The period Diasnon for participation in a strike shall count for. ഡയസ്നോൺ എന്തിനു വേണ്ടിയാണ് പരിഗണിക്കുക എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ, ഹാഫ് പേ ലീവ്. The period for which the service book of an employee who retired from service shall be retained by the head of office. ഒരു ഓഫീസർ സർവീസിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ പരമാവധി എത്ര കാലയളവിലേക്ക് അദ്ദേഹത്തിൻ്റെ സേവന പുസ്തകം സൂക്ഷിക്കുമെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി, 25 years. The place of visit can be any place in India subject to a maximum of dash kilometers combined distance to and fro journeys to the destination subject to other provisions in the rules. ഇത് ലീവ് ട്രാവൽ കൺസെഷൻ LTCയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സർവീസിലൊരിക്കൽ ഓഫീസർക്ക് തൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ട്രെയിൻ മാർഗം സഞ്ചരിക്കാനുള്ള ഒരു റൂളുണ്ട്. അപ്പോൾ ഇവിടെ മാക്സിമം എത്ര കിലോമീറ്റർ ആണ് ഇതിൽ കവർ ചെയ്യപ്പെടുക എന്നതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി, 6500 കിലോമീറ്റർ. ആൻ ആപ്ലിക്കേഷൻ ഡേറ്റഡ് 1st August 2022 for commutation of earned leave for 30 days was not sanctioned to an officer. Comment. Answer option A, correct. Question 29. An officer with a basic pay of 68,400 as on 1st June 2021 is treated as a. ഇത് ഏറ്റവും പുതിയ പേ റിവിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അടിസ്ഥാന ശമ്പളം 68,400 രൂപ ഉള്ള ഓഫീസർ ഏത് വിഭാഗത്തിലാണ് പെടുക എന്നതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ, ഗ്രേഡ് 2A ഓഫീസർ. നമ്മുടെ എല്ലാ ജീവനക്കാരെയും വിവിധ ഓഫീസർ തസ്തികകളാക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഗ്രേഡ് 1 ഓഫീസർ, ഗ്രേഡ് 2A ഓഫീസർ, ഗ്രേഡ് 2B ഓഫീസർ, ഗ്രേഡ് 3 ഓഫീസർ. പുതിയ പേ റിവിഷൻ അനുസരിച്ച് അടിസ്ഥാന ശമ്പളം 70,000-നും അതിന് മുകളിലും ഉള്ളവരെയാണ് പ്രധാനമായിട്ടും ഗ്രേഡ് 1 ഓഫീസർ എന്ന വിഭാഗത്തിൽ പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 30. അത് DA കാൽക്കുലേഷൻ ബന്ധപ്പെട്ട ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ആയതിൻ്റെ വിശദീകരണം മറ്റൊരു വീഡിയോയിൽ നൽകുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ 31. The minimum period of bar of increments with cumulative effect. Answer option C, 1 year. The maximum leave without allowance. Answer option D, 5 years. പരമാവധി ശൂന്യവേതനാവധി അനുവദിക്കുന്ന കാലയളവാണ് 5 വർഷം. ശൂന്യവേതനാവധി വിദേശത്തെ ഒരു ജോലി സ്വീകരിക്കാൻ വേണ്ടിയിട്ടോ നമുക്ക് പഠനാവശ്യത്തിനായിട്ടോ അല്ലെങ്കിൽ വിദേശത്തുള്ള പങ്കാളിയായിട്ട് പോകുന്നതിനോ ആണ് പ്രധാനമായിട്ട് അനുവദിക്കുന്നത്. ഇത് KSRൻ്റെ അപ്പൻഡിക്സ് 12A, 12B, 12C എന്നിവയിൽ കൊടുത്തിട്ടുണ്ട്. അവയ്ക്കെല്ലാം ലഭിക്കുന്ന പരമാവധി കാലയളവാണ് 5 വർഷം. നെക്സ്റ്റ് പെൻഷൻ കാൽക്കുലേഷൻ ബന്ധപ്പെട്ട ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആയതിൻ്റെ വിശദീകരണം മറ്റൊരു ക്ലാസ്സിൽ നൽകുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ 34. The minimum qualifying service of an employee to grant retiring pension. റിട്ടയറിംഗ് പെൻഷൻ ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മിനിമം സേവന കാലയളവ് എത്രയാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ, 20 years, 20 വർഷം. നെക്സ്റ്റ് ഹാൾട്ടുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ ഡി, 3 consecutive nights. നെക്സ്റ്റ് DA കാൽക്കുലേഷൻ ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ആയതിൻ്റെ വിസ്തീർണം മറ്റൊരു ക്ലാസ്സിൽ നൽകുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ 37. The provisional service will not be recognized as qualifying service for increment and time-bound high grade with effect from. പ്രൊവിഷണൽ സർവീസ് ക്വാളിഫയിങ് സർവീസ് ആയിട്ടോ ടൈം ബൗണ്ട് ഹയർ ഗ്രേഡിനോ പരിഗണിക്കില്ല എന്ന് എത്രാം തീയതി മുതലാണ് പ്രാബല്യത്തിൽ വന്നത് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി, 1st October 1994. An officer was transferred from Wayanad to Thrissur. He was a recipient of PTA. The joining time paid to him include PTA also. What is your opinion? Answer option B, PTA is not admissible during joining time. പെർമനൻറ്റ് ട്രാവലിംഗ് അലവൻസ് PTA പറ്റിയിട്ടാണ് ചോദ്യം. ഒരു ഉദ്യോഗസ്ഥൻ ആദ്യമായി ജോലിക്ക് ജോയിൻ ചെയ്യുമ്പോൾ PTA അലൗഡ് അല്ല എന്നതാണ് KSRൽ പറയുന്നത്. ക്വസ്റ്റ്യൻ 39.
When an employee wishes to withdraw resignation, it may either be permitted or rejected. But when a request for withdrawal, which has already effective, is accepted, the concurrence of which authority is required? Answer option D, both Finance and Kerala Public Service Commission. The duration of child adoption leave to female employees. സ്ത്രീകൾക്ക് കുട്ടിയെ ദത്തെടുക്കാനായിട്ട് പരമാവധി ലഭിക്കുന്ന കാലയളവ് എത്രയാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ 180 days. Question 41. The authority to grant premature increment to an officer in recognition of meritorious service. Answer option D, the government. A clerk was thrown out of employment owing to a reduction of establishment is reappointed to the same post. Is he eligible for TA and DA? Answer option C. He is eligible for TA as for journey on tour and not DA for halt. നെക്സ്റ്റ് ജോയിനിങ് ടൈമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ആയതിൻ്റെ വിശദീകരണം മറ്റൊരു ക്ലാസ്സിൽ നൽകുന്നതായിരിക്കും. When member of a family of an officer follows him within 6 months from the date of transfer, the date of transfer of the officer means the date on which the officer, answer option D, takes over charge at the new station. A government servant who has been granted leave not due applies the permission to retire voluntarily. Answer option B, the LND allowed should be cancelled. നെക്സ്റ്റ് പേരുവിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ആയതിൻ്റെ വിശദീകരണം മറ്റൊരു ക്ലാസ്സിൽ നൽകുന്നതായിരിക്കും. നെക്സ്റ്റ്, എ ജോയിൻറ്റ് സെക്രട്ടറി ഇൻ ഫിനാൻസ് സെക്രട്ടേറിയറ്റ് ഹൂ ഹാസ് മോർ ദാൻ 100 days ഓഫ് ഏൺ ലീവ് ആൻഡ് ഹാഫ് പേ ലീവ് അറ്റ് ഹിസ് ക്രെഡിറ്റ് proposed to apply for leave from 1st July 2022 to 1st November 2022 for joining spouse abroad. He is eligible to apply for. Answer option D, leave without allowance. Joining spouse abroad ആയിട്ട് ഉള്ള കേസിൽ ലീവ് വിത്തൗട്ട് അലവൻസ് മാത്രമാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അക്കോർഡിംഗ് ടു അപ്പൻഡിക്സ് 12C KSR. Question 48. The pay of an officer who has dismissed or removed from service will cease from. Answer option A, the date of such removal or dismissal. Question 49. An LD clerk entered in government service on 1st March 2019. He has not taken any leave till 1st March 2022. The number of days of earned leave at his credit on 2nd March 2022 is. ഏൺ ലീവ് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണിത്. അപ്പോൾ നമുക്കറിയാം, ഒരാൾ സേവനത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വർഷം 22/1 എന്ന നിരക്കിലാണ് ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനുശേഷമുള്ള വർഷങ്ങളിൽ 11/1 എന്ന നിലയ്ക്കാണ് ഏൺ ലീവ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. അതായത് അദ്ദേഹം 11 ദിവസം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം ഏൺ ലീവ് അദ്ദേഹത്തിന് ക്രെഡിറ്റ് ആകും. തുടർന്ന് സർവീസിൻ്റെ 3 വർഷം കഴിഞ്ഞാൽ ഈ തുടക്കത്തിൽ ഉള്ള 22/1 എന്ന കാര്യം 11/1 എന്ന നിലയ്ക്ക് വീണ്ടും മാറ്റും. അപ്പോൾ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് 2019 മാർച്ച് 1 ജോയിൻ ചെയ്ത ഒരാൾ ഒരു ലീവും എടുക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ 2022 മാർച്ച് 2 ആകുമ്പോൾ എത്ര ഏൺ ലീവ് ഉണ്ടാകും എന്നാണ് ചോദ്യം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ആകെ 99 ഏൺ ലീവ് ആയിരിക്കും ഉണ്ടാവുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ്, ഇൻക്രിമെൻ്റ് കാൽക്കുലേഷൻ ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇതിൻ്റെ വിസ്തീർണം മറ്റൊരു ക്ലാസ്സിൽ നൽകുന്നതായിരിക്കും. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. Question 51. A non-permanent officer who fails to resume duty on the expiry of the maximum period of leave without allowance granted to him shall be. Answer option B, removed from service. An officer in a vacation department had not enjoyed the vacation for 20 days. Total number of vacation is 60 days. The earned leave due to him is. Answer option C, 10 days. A male officer can avail paternity leave is. പിതൃത്വ അവധി എടുക്കാനായിട്ട് എത്ര തവണയാണ് പുരുഷന്മാർക്ക് സാധിക്കുക എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി, 2 times.
2 തവണയാണ് മെയിൽ ഓഫീസേഴ്സിന് പാറ്റേണിറ്റി ലീവ് അവൈൽ ചെയ്യുക. ക്വസ്റ്റ്യൻ 54. ഇഫ് ആൻ ഓഫീസർ ഓൺ ഏൺ ലീവ് ഈസ് ട്രാൻസ്ഫേർഡ്. ആൻസർ ഓപ്ഷൻ എ എലിജിബിൾ ഫോർ ജോയിനിങ് ടൈം ഓൺ ദ എക്സ്പയറി ഓഫ് ലീവ്. ക്വസ്റ്റ്യൻ 55. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ആസ് റിഗാർഡ്സ് ടു മെറ്റേണിറ്റി ലീവ്. മെറ്റേണിറ്റി ലീവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരിയല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ഡി ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എക്സ്ട്രാ ഹാഫ് പേ ലീവ്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം ശരിയാണ്. ദാറ്റ് മീൻസ് ഇറ്റ് കാനോട്ട് ബി അവൈൽഡ് ഇൻ ഡിഫറെൻറ്റ് സ്പെൽസ്. ഇറ്റ് ക്യാൻ ബി കമ്പൈൻഡ് വിത്ത് എനി അതർ കൈൻഡ്സ് ഓഫ് ലീവ്. എ സർട്ടിഫിക്കറ്റ് ഫ്രം ദ മെഡിക്കൽ ഓഫീസർ ഹു അറ്റൻഡ് ദ ഡെലിവറി ഷോയിങ് ദ ഡേറ്റ് ഓഫ് ഡെലിവറി ഷുഡ് ബി പ്രൊഡ്യൂസഡ്. ഇവയെല്ലാം മെറ്റേണിറ്റി ലീവിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളാണ്. ക്വസ്റ്റ്യൻ 56. ഹാഫ് പേ ലീവ് വിൽ അക്രൂ സബ്ജക്ട് ടു എ മാക്സിമം ഓഫ്. ആൻസർ ഓപ്ഷൻ ഡി നോ സെയിലിംഗ്. ക്വസ്റ്റ്യൻ 57. ഗവൺമെൻറ് സർവൻറ്റ്സ് റെപ്രസെൻറ്റിംഗ് ഇന്ത്യ ഇൻ ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ് ആർ അലൗഡ് സ്പെഷ്യൽ കാഷ്വൽ ലീവ് ഓഫ് നോട്ട് എക്സീഡിംഗ്. ആൻസർ ഓപ്ഷൻ എ 90 days. ക്വസ്റ്റ്യൻ 58. The maximum period of hospital leave admissible is. Answer option B no sailing. പരിധിയില്ല. Question 59. The provision for diazepam in KSR which was deleted in 1988 was reintroduced with effect from the year dash. Answer option B 2002. ഡയസ്നോൺ KSRൽ ഏത് വർഷം മുതലാണ് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി 2002. ക്വസ്റ്റ്യൻ നമ്പർ 60. എ പോലീസ് ഓഫീസർ വാസ് ഇൻജേർഡ് വൈൽ ഓൺ ഡ്യൂട്ടി ഓൺ 4th February 2022 ആൻഡ് വാസ് ഓൺ സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് ഫോർ 4th February 2022 to 10th June 2022. What is the period for which he is eligible for leave salary at the rates applicable while on earned leave? Answer option D from 4th February 2022 to 3rd June 2022. Question 61. A transfer of an officer to foreign service. Answer option B requires the permission of the government. വിദേശ സേവനത്തിനായിട്ട് ട്രാൻസ്ഫറായി പോകുന്ന ഓഫീസേഴ്സിന് സർക്കാരിൻ്റെ പെർമിഷൻ അത്യാവശ്യമാണ്. ക്വസ്റ്റ്യൻ 62. Compensatory allowance including HRA and CCA payable to an officer under suspension up to a period of dash days. Answer option C 180 days. Question 63. ജോയിനിങ് ടൈമുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ആയതിൻ്റെ വിസ്തീർണം മറ്റൊരു ക്ലാസ്സിൽ നൽകുന്നതായിരിക്കും. Question 64. The maximum period of leave not due that may be granted to an officer at a time is. Answer option A 90 days. The maximum period of leave that may be granted for hysterectomy is. Answer option B 45 days. Question 66. For state government employees working in New Delhi, the maximum period for absence combining casual leave with Sundays and other authorized holidays is. Answer option A 20 days. In case where application for commutation of pension is submitted after the date of retirement but before the expiry of 1 year from the date of retirement, commutation shall become absolute. Answer option C on the date of receipt of application by the pension sanctioning authority. നെക്സ്റ്റ് DCRG കാൽക്കുലേഷൻ ബന്ധപ്പെട്ട ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ആയതിൻ്റെ വിസ്തീർണം മറ്റൊരു ക്ലാസ്സിൽ നൽകുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ 69. പെൻഷൻ സീസസ് പേയബിൾ ഇഫ് ഇറ്റ് റിമൈൻസ് അൺഡ്രോൺ ഫോർ. ആൻസർ ഓപ്ഷൻ സി മോർ ദാൻ 3 years. ക്വസ്റ്റ്യൻ 70. പെൻഷൻ കാൽക്കുലേഷൻ ബന്ധപ്പെട്ട ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആയതിൻ്റെ വിസ്തീർണം മറ്റൊരു ക്ലാസ്സിൽ നൽകുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ 71. Spouse in a legally valid second marriage was awarded family pension. The spouse of the first marriage is still alive but legally divorced. What is your opinion? Answer option B correct. Question 72. The minimum service required for availing NRA from GPF account is. Answer option A 10 years. നെക്സ്റ്റ് TA കാൽക്കുലേഷൻ ബന്ധപ്പെട്ട ചോദ്യമാണ്. ക്വസ്റ്റ്യൻ 73. ആൻസർ
ഓപ്ഷൻ എ ആണ്. ആയതിൻ്റെ വിസ്തീർണം മറ്റൊരു വീഡിയോയിൽ നൽകുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ 74. An officer on transit from one post to another ranks in the grade dash. Answer option A. Lower of the two posts would be entitle him. Question 75. A grade 1 officer is transferred from Kottayam to Kozhikode. The maximum amount entitled to him for lodging and unloading charge at each end is. Answer option C. 900. Next, question 76. An officer was thrown out of employment owing to a reduction of establishment is reappointed to the same post. Is he eligible for TA and DA? Answer option C. He is eligible for TA for the journey and not DA for halt. Question 77. TA was allowed to an officer under suspension for attending departmental enquiry before disciplinary proceedings tribunal. Your opinion? Answer option B. TA is admissible. Question 78. The officer transferred who was travelled by road is accompanied by his wife, 2 children and his dependent father. He claimed road mileage for all members of the family. Comment. Answer option C. 2 road mileage is admissible irrespective of the number of persons travelled. Question 79. An officer left the station for anti-rabies treatment as the treatment was not available in the station and produced a certificate to his effect. Comment on his admissibility for TA. Answer option A. TA is admissible. An officer who is not authorized to travel by air performed the journey of air on tour. Comment on his admissibility for TA. Answer option B. Not admissible. He is entitled to TA, which is he should have drawn if he travelled by rail. Question 81. An officer who has been thrown out of employment owing to a reduction establishment or the abolition of post is reappointed to government service. What is his eligibility for travelling allowance? Answer option B. He is eligible for TA but not DA for halts. Question 82. Family for the purpose of rules for joining on transfer include. Answer option C. Wife, children and stepchildren residing with and wholly depend on him. അതായത് KSRൻ്റെ പല ഭാഗത്തായിട്ട് ഫാമിലി എന്നൊരു കൺസെപ്റ്റ് കാണാൻ സാധിക്കും. ഈ ഫാമിലിയിൽ ഉൾപ്പെടുന്നത് ഭാര്യ, കുട്ടികൾ, പിന്നെ ദത്തെടുത്ത കുട്ടികൾ എന്നിവരാണ്. ഒരിക്കലും അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഒന്നും ഈ ഫാമിലിയിൽ ഉൾപ്പെടുന്നില്ല. Question 83. Comment on the eligibility of DA on any day including Sunday and holiday. Answer option D. Admissible if certified that he has been actually and constructively in the camp. Question 84. A Taluk supply officer retired from service while working at Kottayam. Before his retirement, he informed his supervisory officer that he intends to reside at Kozhikode after his retirement. Travelling allowance will not be paid to him for his journey to Kozhikode if is made. Answer option D. After 1 year of retirement. നെക്സ്റ്റ് DA-TA കാൽക്കുലേഷൻ ബന്ധപ്പെട്ട ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ആയതിൻ്റെ വിസ്തീർണം മറ്റൊരു ക്ലാസ്സിൽ നൽകുന്നതായിരിക്കും. Question 86. The right of a government servant to travelling allowance including daily allowance shall be forfeited or deemed to have been relinquished if the claim is not preferred to the drawing officer or controlling officer within dash from the date on which it fell due. Answer option A. 1 year. Question 87. Rule dash deals with the checks to be exercised by a controlling officer before countersigning TA bills. Answer option D. Rule 116 Part 2 KSR. Question 88. In the case of gazetted officers, payment of subsistence allowance will be authorized on the basis of sanction by the competent authority by the. Answer option B. Accountant General. Question 89. When an officer under suspension dies before the disciplinary or court proceedings
instituted against him are concluded, the period between the date of suspension and date of death shall be treated as dash. Answer option B, duty for all purpose. Question 90. If holidays are prefixed to leave, the leave any consequent rearrangement of pay and allowance takes effect from. Answer option A ആണ് the first day after the holidays. Question 91. Special casual leave not exceeding dash days will be granted in a calendar year to government servants who take part in national level championships. Answer option B, 45 days. Advance increments for meritorious service may be granted to both gazetted and non-gazetted officer. Answer option A, correct statement ആണത്. Question 93. A permanent officer completed 15 years of service. Half pay eligible to him is. Answer option D, 300 days. Question 94. In the case of officiating officers, the commuted leave is admissible on completion of dash years of service. Answer option A, 3. കമ്മ്യൂട്ടഡ് ലീവ് സർവീസിൽ പ്രവേശിച്ച ശേഷം 3 വർഷത്തിന് ശേഷമാണ് നമുക്ക് പരിഗണിച്ച് വരുന്നത്. ഓരോ വർഷവും 10 എന്ന നിരക്കിലാണ് കമ്മ്യൂട്ടഡ് ലീവ് അനുവദിച്ചു വരുന്നത്. Question 95. Increment accruing consequent on declaration of probation shall be drawn. Answer option B, on the date of completion of probation. Question 96. Unless the line of an officer is suspended under Rule 18 or transferred under Rule 20, an officer holding substantive a permanent post retains a line on that post. Answer option D, all of the above. That means while holding the duties of that post, while on foreign service or holding a temporary post or officiating in another post, while on leave. ഇത് മൂന്നും ഇതിൻ്റെ ആൻസേഴ്സ് ആണ്. Question 97. The rate of special allowance admissible to differently abled employees is. Answer option B, 1100. നെക്സ്റ്റ് പേ റിവിഷൻ ബന്ധപ്പെട്ട ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ആയതിൻ്റെ വിശദീകരണം മറ്റൊരു വീഡിയോയിൽ നൽകുന്നതായിരിക്കും. Question 99. Full interruption will be counted for pension if the period of interruption did not exceed. Answer option D, 1 year. Question 100. Residuary gratuity is calculated while an employee's death occurred. Answer option B, after retirement. അപ്പോൾ ഇത്രയാണ് KSRൻ്റെ ഹയർ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള 100 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ഇതിൽ ധാരാളം ചോദ്യങ്ങൾ മുൻകാല വർഷങ്ങളിൽ നിന്ന് ആവർത്തിച്ച് വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കുറേ പ്രോബ്ലംസ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലംസിൻ്റെ എല്ലാം കൂടിയിട്ട് ഉള്ളൊരു വിശദീകരണമായിട്ട് സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകളെക്കുറിച്ചുള്ള കൂട്ടുകാരുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു ക്ലാസ്സിൽ പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.